നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽപ്പ്. സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ. ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച കാലത്ത് 1:45 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി. സൂര്യന് 45 ഡിഗ്രി ബലം സിംഹൻ രാശിയിലെ ആദ്യത്തെ 20 ദിവസക്കാലം ലഭിക്കുന്നു. സൂര്യൻ്റെ ഉച്ചക്ഷേത്രം നിങ്ങൾക്കറിയാം, മേടൻ രാശിയാകുന്നു. മേടം 10 ഉദയം അത്യുച്ഛം, അതുവരെ സൂര്യൻ വളരെ ബലവാനാണ്. അപ്രകാരം തന്നെ സൂര്യന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം 20 വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു. ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം. പ്രത്യേകിച്ച് ചിങ്ങമാസം 20 വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി അനുഭവിച്ചത് ധനുരാശിക്കാരാണ്. കാരണം അവരുടെ ഭാഗ്യാധിപനായ സൂര്യൻ അഷ്ടമരാശിയിലായിരുന്നു കഴിഞ്ഞ ഒരു മാസം കർക്കിടകത്തിൽ. അതിന് മുൻപാണെങ്കിൽ അത് 7-ാം ഭാവം മിഥുനൻ രാശിയിലായിരുന്നു. ഇത് രണ്ടും ശുഭമല്ല. 7-ൽ സൂര്യൻ നിൽക്കുന്നത് ഗുണമല്ല. അഷ്ടമത്തിൽ സൂര്യൻ അങ്ങേയറ്റം ദുർബലമാണ്. ഇനി ഇതാ സൂര്യൻ 9-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. സ്വതവേ ധനുരാശിക്കാർക്കൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പിതൃധനി, പിതാവിൻ്റെ ധനം ലഭിക്കുന്നവർ, അച്ഛൻ്റെ ധനം, പൂർവികമായ സ്വത്ത്, അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ നടത്തുന്ന വ്യാപാരങ്ങൾ, ഇതൊക്കെ തന്നെ തനിക്ക് ലഭിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി. അതിനാൽ ഇവയ്ക്കൊക്കെ തന്നെ വളരെയധികം മേന്മകൾ വരുന്ന മാസമാണ് ഈ ഒരു ചിങ്ങമാസം എന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് ധനുരാശി ഏതൊക്കെ നക്ഷത്രങ്ങളുടെ കൂട്ടമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. അതിനാൽ 9-ലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ശക്തനായ സൂര്യൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് പിതാവിന് നല്ലതല്ല. കാരണം സൂര്യൻ പിതൃകാരകനാണ്, ഇസ് ദ മേക്കർ ഓഫ് ഫാദർ. അതിനാൽ പിതൃകാരകനായ സൂര്യൻ 9-ാം ഭാവം എന്നാൽ പിതൃഭാവമാണ്. കാരകഗ്രഹം ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. അതിനാൽ പിതാവിന് ദോഷമാണ്. മറ്റെല്ലാ വിഷയത്തിലേക്കും ഈ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ഇവിടെ ധർമ്മദൈവങ്ങളെ നന്നാക്കാം. ചിങ്ങമാസമാണ് വരുന്നത്. അതിനാൽ ധർമ്മദൈവ പ്രീതി ചെയ്യുക. ധർമ്മദൈവങ്ങളിൽ അവിടെ തനിക്ക് കഴിയുന്ന രീതിയിൽ അതിൻ്റെ ശ്രേയസ്സിനായി താൻ വർത്തിക്കണം. അത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ധനുരാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക. 9-ാം ഭാവസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗുണമാവും. പാരമ്പര്യ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ പാരമ്പര്യ വിഷയത്തിൽ അച്ഛൻ്റെ സഹായത്തിലൂടെ തൻ്റെ വ്യാപാരം കെട്ടിപ്പടുക്കുക, അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ പുത്തൻ സംരംഭങ്ങളിലൊക്കെ അച്ഛൻ്റെ ഒരു മാർഗദർശിത്വം ലഭിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്താം. പൂർവികമായ സ്വത്ത് ലഭിക്കുക എന്ന് വെച്ചാൽ സ്വത്തിൻ്റെ വിഷയത്തിലേക്കൊക്കെ തീരുമാനങ്ങളാകാം. പാർട്ടിഷൻ മുതലായ പ്രവർത്തനങ്ങൾക്കൊക്കെ ചിങ്ങമാസം നല്ലതാണ്. അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിൽ തനിക്ക് ഗൃഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. എന്താണ് 9-ാം ഭാവം? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുജാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദമി. അതിനാൽ വിദ്യ പഠിക്കുവാൻ പുതിയ അധ്യാപകരെ കാണാം, പുതിയ ഗുരുജനങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങാം. മാന്ത്രികമായ വിഷയങ്ങളൊക്കെ പഠിക്കുവാൻ വളരെ അനുകൂലമാണ് ഈ ചിങ്ങമാസക്കാലം ധനുരാശിക്കാർക്ക്. സഹോദര ഗുണം പ്രായണ കുറയുന്ന സമയമാണ്. കാരണം 9-ൽ നിൽക്കുന്ന സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. ധനുരാശിക്കാർക്ക് 3-ാം ഭാവം സഹോദര ഭാവമാണ്. അതിനാൽ സഹോദര ഗുണം, പിതാവിൻ്റെ ആരോഗ്യ വിഷയം, ഇവയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിർബന്ധമായും
ധനുരാശിക്കാർ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കണം. ധനുരാശിക്കാർക്ക് യാതൊരു പ്രയാസവും പിതാവിന് ഉണ്ടാകാൻ പാടില്ല. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദിവാനായകെ ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേതഃ. 9-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ദുഷ്ടത, അനാവശ്യമായ ചില കുടിലതകൾ മനസ്സിലൊക്കെ തോന്നും. അത് 9-ൽ ചൊവ്വ വന്നാൽ ധർമ്മേ അഘവാൻ പാവരതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9-ൽ സൂര്യൻ വരുമ്പോഴോ ഇപ്രകാരമുള്ള കൗടില്യമായ പ്രവർത്തനങ്ങളോട് താല്പര്യം വരും. ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേതഃ. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയ്ക്കൊരിക്കലും അന്തമുണ്ടാകുന്നില്ല. ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ധാരാളം ചിന്തിക്കും. തപശ്ചര്യ അനിച്ഛയാഭി പ്രയാതി. തനിക്ക് ഇഷ്ടമില്ലാതെ തപസ്, പ്രാർത്ഥന, ഉപാസന, തീർത്ഥാടനം മുതലായവയിലൊക്കെ എത്തിച്ചേരുന്ന അവസ്ഥ വരും. അതിനാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ മറ്റ് ആത്മീയമായ കാര്യങ്ങളിൽ വ്യാപൃതരാവുക, അല്ലെങ്കിൽ പോകാതിരിക്കുക. പ്രാർത്ഥനകൾ തൽക്കാലം വേണ്ട എന്ന് വെക്കണം. തപശ്ചര്യ അനിച്ഛയാഭി പ്രയാതി. ഇഷ്ടമില്ലാതെ തപസ്, പ്രാർത്ഥന, ആരാധന ക്രമത്തിലൊക്കെ ചെന്ന് ചേരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ആ വിഷയം ക്രിയാതുങ്കതാം, ഉന്നതമായ ജോലിയിലേക്ക് എത്തിപ്പെടും. കർമ്മമേഖല വളരെ ശാന്തമായി നീങ്ങും. അവിടെ തൻ്റെ ആത്മപ്രഭവം, വ്യക്തിത്വം, തൻ്റെ പൗരുഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള താല്പര്യം വരും. അതിനവസരമുണ്ടാകും. തപ്യതേ സോദരേണ, താൻ സഹോദരനാൽ താപം അനുഭവിക്കും, ദുഃഖം അനുഭവിക്കും എന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതിനാൽ പിതൃ സഹോദര വിഷയം ശ്രദ്ധിക്കുക. എന്ത് വന്നാലും ഈ ഒരു മാസക്കാലം, അത് കഴിഞ്ഞാൽ സൂര്യൻ വരുന്നത് പിന്നെ 10-ാം ഭാവത്തിലാണ്. ഇപ്പോഴേ ഉത്സാഹിക്കുകയാണെങ്കിൽ അടുത്ത കന്നിമാസമാകുമ്പോഴേക്കും, കന്നിമാസം വരുമ്പോഴേക്കും തൻ്റെ ജോലിയിൽ വളരെയധികം ശ്രേയസ്സൊക്കെ തനിക്ക് ലഭിക്കും. ധീരമായ ചുവടെടുപ്പുകൾ ചെയ്യാം. പക്ഷെ അവിടെയൊന്നും ഒരു ക്രൂരമായ മാർഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് മാത്രം ധനുരാശിക്കാർ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.